അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ എണീറ്റ് പോകാനൊക്കെ റെഡിയായി. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റിസോർട്ട്. ഇത് അവരുടെ ഒരു പഴയ റിസോർട്ടാണ്. അതിൻ്റെ ഹിൽ ഗാർഡൻ എന്നാണ് പേര്. കറക്റ്റ് കൊടൈക്കനാലല്ല, കൊടൈക്കനാലിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ താഴെയാണ്. ഇവർക്ക് എ ഫ്രെയിം റിസോർട്ടൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, പൂർത്തിയായിട്ടില്ല. അന്ന് ഞങ്ങൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ടാക്സി വിളിച്ചു. അവിടുത്തെ റിസോർട്ടിലെ ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് ഒരു ടാക്സി അറേഞ്ച് ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് പോയത് കോക്കോസ് വാക്കിലാണ്. ആദ്യം എല്ലാവരും ലേക്കിലോട്ടാണ് പോകുന്നത്, പക്ഷേ ലേക്കിൽ ഞങ്ങൾ തലേദിവസം പോയതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞ ലേക്കിൽ ഇനി പോകണ്ട, നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഫസ്റ്റ് കോക്കോസ് വാക്കിൽ പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സൂയിസൈഡ് പോയിന്റിൽ വന്നു. സൂയിസൈഡ് പോയിന്റ് അവിടെ മൊത്തം അടച്ചിട്ടേക്കാണ്, നമുക്ക് ഇങ്ങനെ എത്തി നോക്കി കാണാൻ മാത്രമേ പറ്റത്തുള്ളൂ. യെസ് യെസ് യെസ്, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇപ്പോൾ മനസ്സിലായ തലയാട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഗോൾഫ് ക്ലബ്ബ്, അവിടെ കയറാൻ പെർമിഷൻ ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങനെ ഒരു അരുവി കണ്ടായിരുന്നു, അതിലിങ്ങനെ ഒരു പയ്യൻ വന്ന് കുളത്തിൽ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഈ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ഇറങ്ങി ഞങ്ങൾ ഫോട്ടോയ്ക്ക് എടുത്തിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പില്ലർ റോക്സിലാണ് പോയത്. ഞങ്ങൾ ചെന്നപ്പോൾ പില്ലർ റോക്സ് മഞ്ഞ് മൂടി കിടക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഞ്ഞെല്ലാം മാറി നല്ലോണം കാണാൻ പറ്റി. തമ്പി കീഴടങ്ങ്, തമ്പി കീഴടങ്ങ്, തമ്പി. ഈ കുരങ്ങന്മാരെ കൊണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര ശല്യമായിരുന്നു. ആരുടെയും കയ്യിൽ ഒരു സാധനം ഇരിക്കാൻ അവന്മാർ സമ്മതിക്കില്ല, എല്ലാം അവന്മാർ തട്ടിപ്പറിച്ചുകൊണ്ട് പോയിരുന്നു. ഭയങ്കര വിഷയമായിരുന്നു. ഇതിന് മുന്നേ ആയിരുന്നു എന്താ ഗുണ കേസ്, പക്ഷേ ഞങ്ങൾ ഗുണ കേസ് സ്കിപ്പ് ചെയ്തത്, കാണാന്ന് പറഞ്ഞു. പക്ഷേ കൊടൈക്കനാലിൽ പോയാൽ ഒന്ന് സുഭാഷിനെ വിളിച്ചില്ലെങ്കിൽ പറ്റില്ലല്ലോ. അങ്ങനെ അതിൽ കുറേ പ്രാവശ്യം പൈൻ ഫോറസ്റ്റിനകത്ത് കിടന്ന് സുഭാഷേ എന്ന് വിളിച്ച്. പിന്നെ മോയർ പോയിന്റിലാണ് വന്നത്. അവിടെ ഭയങ്കര നല്ല മഞ്ഞായിരുന്നു. ആദ്യം വന്ന സമയത്തൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മഞ്ഞൊക്കെ തെളിഞ്ഞ് നല്ല രസമായിരുന്നു ആ സ്ഥലം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ച്